ജയനമ്മ തിരോധാന കേസിലെ പ്രതി CM സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയിൽ സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്നാണ് വിവരം. DNA പരിശോധനയ്ക്കായി ആദ്യം അയച്ച ശരീര അവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്നതിനനുസരിച്ച് ഇയാളെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും അയൽവാസിയുടെയും തുറന്നു പറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ബന്ധുക്കൾക്ക് എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നു എന്നതടക്കമാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഇവരുടെ വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. ജി ശ്രീജിത്തും ഒപ്പം ശരണ്യ സ്നേഹജനും ചേരും. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും തത്സമയം നോക്കും. അപ്പം ആദ്യം ഞാൻ ശരണ്യ സ്നേഹജനിലേക്കാണ് പോകുന്നത്. ശരണ്യ, ജയനമ്മ തിരോധാനം ആ ഒരൊറ്റ കേസിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് 4ഓളം കേസിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ സംഘം. ആ 4 പേരിൽ അവസാനിക്കുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭവ്യ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കേസ് നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ ഇനി അവരുടെ മുന്നിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് DNA പരിശോധനാ ഫലമാണ്. അതായത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ അത് ആരുടേതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ തന്നെ NCSന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ചില പോയിന്റുകൾ, അവർക്ക് സംശയാസ്പദമായി തോന്നിയ പോയിന്റുകളൊക്കെ ഖനനം ചെയ്ത് നോക്കിയെങ്കിലും അവിടെ അത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. അതിൽ ഏറ്റവും പ്രധാനമായി അവർ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ്. അതായത് 2 മീറ്ററിന് താഴത്തേക്ക് പലയിടങ്ങളിലും വെള്ളപ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ജലം താഴത്തുള്ളത് കൊണ്ട് തന്നെ ഉണങ്ങിയ ഒരു കാലാവസ്ഥയിൽ നടത്തുന്ന ഒരു പരിശോധനയുടെ അത്രയും ഫലവത്തായ രീതിയിൽ ഇപ്പോൾ പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രായോഗികമായി അവർ നേരിട്ടൊരു വെല്ലുവിളി എന്നുള്ളതാണ്. എന്തായാലും NC സംഘം അവരുടെ സെബാസ്റ്റ്യന്റെ വീടിനകത്തൊക്കെ നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് മറ്റ് സംഭവങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കോടതിയിലേക്ക് പോകുമ്പോൾ മറ്റ് കേസുകൾ, അതായത് മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളടക്കം നടത്തി എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി സബ്മിറ്റ് ചെയ്യാൻ അതിനകത്ത് കഴിയുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ നടത്തിയ NCSനെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനകൾ ഗുണം ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണ്ടെത്തിയ ഒരു വാച്ചാണ്. അതായത് സെബാസ്റ്റ്യന്റെ വീട് പലതവണയായിട്ട്, അതായത് സെബാസ്റ്റ്യൻ പോലീസ് നൽകിയിട്ടുള്ള ഒരു മൊഴി പ്രകാരം താനിവിടെ താമസമില്ലാത്ത ഒരാളാണ്, വന്നു പോകുന്ന ഒരാളാണെന്നാണ്. പക്ഷേ ഇന്നലെ സെബാസ്റ്റ്യന്റെ വീടിന്റെ ഗ്യാസ് കണക്ഷൻ ഉള്ളതാണ്. പക്ഷേ ആ വീടിന്റെ അടുക്കളയിലെ അടുപ്പിൽ നിന്നുമാണ് ഒരു വാച്ചിന്റെ ഡയൽ കിട്ടിയിട്ടുള്ളത്. അത് കത്തിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കും. അത് ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായാൽ, അല്ലെങ്കിൽ ഈ തിരോധാനത്തിൽ ഏർപ്പെട്ട സ്ത്രീകളുടെ ഒരുപക്ഷെ ജയനമ്മയുടെ തന്നെ ആവാനുള്ള സാധ്യത. കാരണം അത് പുതുതായി കത്തിച്ച ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത്. അടുപ്പിൽ നല്ല ചാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വാച്ച് കേന്ദ്രീകരിച്ച് അത് ഒരു ജയനമ്മയുടേതാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഈ കേസ് ഏറ്റവും നിർണായകമായ സംഭവമായിരിക്കും. കാരണം അസ്ഥികൾ കത്തിച്ച നിലയിലാണ്, മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. ആ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ കത്തിച്ചതിന് ശേഷം മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ തന്നെ അയൽവാസിയായ ഒരു വ്യക്തി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ആ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പുക ഉയരുന്നത് കണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലാണ് അത്തരത്തിലൊരു പുക ഉയരുന്നത് കണ്ടതെന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ വീടിന്റെ, അതായത് വീടിനകത്ത് നിന്നും ശേഖരിച്ച മദ്യക്കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പോലീസിനോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ താൻ അവിടെ സ്ഥിരതാമസമല്ല, അല്ലെങ്കിൽ താൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഈ ജൂലൈ മാസം ആദ്യം സെബാസ്റ്റ്യന്റെ ടവർ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ജൂലൈയിൽ ഉപയോഗിച്ച ജൂലൈ 6-ാം തീയതി ലേബൽ ചെയ്തിട്ടുള്ള ഒരു മദ്യക്കുപ്പിയും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് അല്പം മദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ സമയത്ത് ജൂലൈ 6 കഴിഞ്ഞുള്ള സമയത്ത് അയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങൾ, ഇന്നലെ കിട്ടിയ വാച്ച് അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനം ചെയ്യും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്.
നേരത്തെ ഭവ്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. അത് സെബാസ്റ്റ്യന്റെ സഹോദരൻ, അതായത് അച്ഛന്റെ സഹോദരന്റെ മകൻ നൽകിയിട്ടുള്ള മൊഴി നിർണായകമാണ്. സിബി എന്ന വ്യക്തിയാണ് അത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതായത് കൗമാര കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ തന്റെ വീട്ടുകാരുമായുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വീട്ടിൽ ആ തർക്കത്തെ തുടർന്ന് വീട്ടിലെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തി എന്നുള്ള രീതിയിൽ ഉള്ള ആ കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മൊഴിയായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എത്തി നിൽക്കുന്നത് കൗമാര കാലഘട്ടം മുതൽ തന്നെ ഇങ്ങനൊരു ക്രിമിനൽ വാസന ഇയാൾക്കുണ്ട് എന്നുള്ളത് ആണ് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. ഭവ്യ തുടരുക. ഇപ്പോൾ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ DNA പരിശോധനാ ഫലം അതിന്റെ ഫലം വന്നാൽ മാത്രമേ ഇനി എന്ത് എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ആരുടേതാണ്, ഇതിൽ പ്രതിയാകുന്നത് സെബാസ്റ്റ്യൻ തന്നെയാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചുരുളഴിയേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ DNA പരിശോധനയുടെ ഫലം വരണം. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും അധികമൊന്നും തുറക്കാൻ തയ്യാറായിട്ടില്ല ഈ സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സെബാസ്റ്റ്യൻ തുടക്കം മുതൽ അങ്ങനെ ഒരു രീതിയാണ് കൈവന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഭാര്യ സുബിയെ ഉൾപ്പെടെ വിളിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ അല്പം കൂടി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിൽ കൂടിയാണ് ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് തുടക്കം മുതൽ ഇതിലെ തെളിവുകൾ കണ്ടെത്തിയുള്ള ഒരു അന്വേഷണ രീതിക്ക് തുടക്കമിട്ടത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ പല CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഏതാണ്ട് മാസങ്ങൾ നീണ്ടൊരു അന്വേഷണത്തിനൊടുവിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും അത്തരം അന്വേഷണം തുടരുകയാണ്. ഈ ആലപ്പുഴയിലെ ടീം, ഒപ്പം തന്നെ അതിന് കൂടാതെ എറണാകുളത്തുള്ള ടീം പോലും ഇന്നലെ കോട്ടയത്തെ വിജിലൻസ് ഓഫീസിൽ എത്തിയിരുന്നു. അതായത് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, CCTVകൾ, ഇങ്ങനെ ഇതൊരു 2-3-4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായി ഫലത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല പൂർണ്ണമായും എന്നുള്ളത് വസ്തുതയായി തന്നെ തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സെബാസ്റ്റ്യൻ ഒരു കൊലപാതകിയാണ് എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. ആരുടേതാണ് DNA പരിശോധന ഫലത്തിലൂടെ ആരുടെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഇതിൽ ഇനി നിർണായകമായി ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള സംഭവം. എന്തായാലും കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളെല്ലാം മനുഷ്യൻ്റെതാണ് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അതിനു മുൻപ് തന്നെയും ഒക്കെയും ഫോറൻസിക് ഡോക്ടർമാരടക്കം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ആണ് ഇത് ചെയ്തത്. അതിനുള്ള തെളിവുകൾ പലതും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും ഏതാണ്ട് 4 മണിക്ക് അകം സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. വീണ്ടും കോട്ടയത്തെ ടീം തന്നെ കസ്റ്റഡിയിൽ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇപ്പൊ ഈരാറ്റുപേട്ടയിലടക്കം തെളിവെടുപ്പ്, ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്ത സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അതിന് കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമോ എന്ന സംശയം ബാക്കിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് 2-3-4 ദിവസമായി ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് കാത്തിരിക്കുന്ന ആലപ്പുഴയിലെ സംഘമുണ്ട്. സ്വാഭാവികമായിട്ടും അവരും കസ്റ്റഡി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്തെ ടീം ചോദ്യം ചെയ്തതും ആ നിലയിലാണ്. ഒരു പരിധിവരെ ഇന്ന് കസ്റ്റഡി ചോദിച്ചില്ല എങ്കിൽ ആലപ്പുഴയിലെ ടീം കസ്റ്റഡി ചോദിക്കും എന്നുള്ള സൂചനകളാണ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വേഗതയിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം DNA പരിശോധനാ ഫലം എന്നുള്ളത് തന്നെയാണ്. അതിൽ പല സൂചനയുണ്ട്. ജൈനമ്മയുടെ ശരീരഭാഗങ്ങളാണോ എന്ന സംശയം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ കിട്ടിയ ശരീര അവശിഷ്ട ഭാഗങ്ങളിൽ പല്ലിന്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ജൈനമ്മയ്ക്ക് ഇല്ലായിരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്ത്രീകൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലേത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ടീം നിൽക്കുന്നത്. ഭവ്യ.